തകർന്നുപോയ ഒരു വിവാഹ ജീവിതത്തിന്റെ വേദനയെ മറികടക്കാൻ തന്റെ 29ാമത്തെ വയസ്സിൽ സ്റ്റീവൻ കാലഹൻ ഒരു സമുദ്രയാത്രയ്ക്ക് പുറപ്പെടുന്നു. മുന്നിൽ അറ്റമില്ലാത്ത അറ്റ്ലാന്റിക്, കൂട്ടായി അവൻ തന്നെ നിർമ്മിച്ച ചെറിയൊരു ബോട്ട് മാത്രം. എന്നാൽ വിധി അവന്റെ ജീവിതത്തിൽ വേറൊരു കഥ എഴുതുകയായിരുന്നു. ഒരു അപ്രതീക്ഷിത ദുരന്തം. പിന്നെ 76 ദിവസം ചുറ്റും മനുഷ്യരില്ല, കരയില്ല, പ്രതീക്ഷ പോലും മങ്ങിയ ഒരു നീല മരുഭൂമി മാത്രം. ലോകചരിത്രം അത്ഭുതത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു അതിജീവന കഥ, ആരെയും അതിശയിപ്പിക്കുന്ന ഒരു ജീവിത കഥ. ആ കഥയുടെ ആഴങ്ങളിലേക്ക് വെൽക്കം ടു ഫെയറി സോൺ. കടൽ ഒരു അത്ഭുതമാണ്. ചിലർക്കത് സ്വപ്നലോകമാണ്, മറ്റു ചിലർക്ക് ഒരിക്കലും വായിക്കാൻ സാധിക്കാത്ത ഒരു പുസ്തകമാണ്. എന്നാൽ സ്റ്റീവൻ കാലഹൻ എന്ന കുട്ടിക്ക് കടൽ ബാല്യകാലം മുതൽ ഒരാവേശമായിരുന്നു. മറ്റുള്ള കുട്ടികൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവൻ പേപ്പറിൽ വരച്ചത് ബോട്ടുകളായിരുന്നു. കടലവന് ഭൂമിയിലൊരു അത്ഭുതം മാത്രമായിരുന്നില്ല, അത് അവൻ്റെ മനസ്സിൽ മറ്റൊരു വീട് തന്നെയായിരുന്നു. കാലം കടന്നു. ആ കൊച്ചുകുട്ടി വളർന്നു വലുതായി. അവൻ ബോട്ടുകൾ ഡിസൈൻ ചെയ്യാൻ പഠിച്ചു. സ്റ്റീവൻ കാലഹൻ ഒരു നേവൽ ആർക്കിടെക്റ്റായി. പക്ഷേ ജീവിതം സ്വപ്നം പോലെ പോകുമെന്ന് കരുതിയപ്പോൾ അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരു തകർച്ച സംഭവിച്ചു. ഒരു വിവാഹ ജീവിതത്തിൻ്റെ പരാജയം. അത് സ്റ്റീവൻ കാലഹൻ്റെ മനസ്സിനെ ആഴത്തിൽ പിടിച്ചുലച്ചു. ഇത്തരം ജീവിത സാഹചര്യങ്ങളിൽ ചിലർ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മനസ്സിനെ ഡൈവേർട്ടാക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വേദനിച്ചു തീർക്കും. അതുമല്ലെങ്കിൽ മറ്റു ചിലർ സുഹൃത്തുക്കളുമായി ഒരു യാത്ര പോകും. പക്ഷേ സ്റ്റീവൻ കാലഹൻ ചെയ്തത് അതൊന്നുമല്ലായിരുന്നു. തൻ്റെ 29ാമത്തെ വയസ്സിൽ അവനൊരു തീരുമാനമെടുത്തു. ഞാൻ വീണ്ടും കടലിലേക്ക് പോകുന്നു, അതും ഒറ്റയ്ക്ക്. നെപ്പോളിയൻ സോളോ എന്ന് അവൻ പേരിട്ട, അവൻ തന്നെ ഡിസൈൻ ചെയ്ത 21 അടി നീളമുള്ള ഒരു ചെറിയ ബോട്ടിൽ അറ്റ്ലാന്റിക് സമുദ്രം വഴി ആന്റിഗ്വ ലക്ഷ്യമാക്കി അവൻ പുറപ്പെട്ട ആ ദിവസം അവൻ അറിയില്ലായിരുന്നു ഈ യാത്ര ഒരു സാധാരണ സമുദ്രയാത്രയല്ല എന്ന്. മനുഷ്യൻ്റെ ജീവൻ, മനസ്സ്, പ്രതീക്ഷ ഇവയുടെയൊക്കെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്കുള്ള യാത്രയായി അത് മാറിത്തീരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. 1982 അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യാത്ര പുറപ്പെടുമ്പോൾ ആകാശം ശാന്തമായിരുന്നു. കടൽ നീല നിറമുള്ള അനന്തമായ പാത പോലെ മുന്നിൽ പരന്നു കിടന്നു. കാറ്റവൻ്റെ ചെറിയ നെപ്പോളിയൻ സോളോയെ മൃദുവായി തള്ളിക്കൊണ്ടിരുന്നു. ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും അവൻ ഏകാന്തത തോന്നിയില്ല. കാരണം കടൽ അവൻ്റെ സുഹൃത്തായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. സൂര്യോദയങ്ങൾ സ്വർണം പോൽ കടലിൻ്റെ മേൽ പതിയുകയും രാത്രികൾ നക്ഷത്രങ്ങളായി നിറഞ്ഞൊരു കരിമ്പടം പോലെ മാറുകയും ചെയ്തു. ചിലപ്പോൾ ഡോൾഫിനുകൾ ബോട്ടിനൊപ്പം നീന്തി, മറ്റു ചിലപ്പോൾ കാറ്റ് ശാന്തമായി വീശി. യാത്ര ഒരു സ്വപ്നം പോലെ തോന്നി അവന്. കടലിനെ ശ്വസിച്ചുകൊണ്ട്, കടലിൻ്റെ തണുത്ത ഉപ്പുകാറ്റിൽ ജീവിതം ആസ്വദിച്ചുകൊണ്ട് അവൻ തൻ്റെ ഡയറി കുറിപ്പുകൾ എഴുതി. നാവിഗേഷൻ കണക്കുകൾ നോക്കി. ദൂരെ ഒരു പുതിയ ജീവിതം കാത്തിരിക്കുകയാണെന്നൊരു ശാന്തമായ പ്രതീക്ഷ മനസ്സിൽ വളർത്തി. ഈ യാത്ര ഒരു സാധാരണ സമുദ്രയാത്രയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഒരു തകർച്ചയ്ക്ക് ശേഷം വീണ്ടും സ്വയം കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. പക്ഷേ കടൽ എപ്പോഴും ശാന്തമായ ഒരു സുഹൃത്തായിരിക്കില്ല. അതിൻ്റെ സ്വഭാവം മാറും. ആഴം കൂടുന്തോറും അതതിൻ്റെ രൗദ്രഭാവങ്ങൾ പുറത്തെടുക്കും, ചില മനുഷ്യരെ പോലെ. യാത്രയുടെ 7ാം ദിവസം രാത്രി അവൻ ബോട്ടിൻ്റെ ഉള്ളിൽ വിശ്രമിക്കുകയായിരുന്നു. പുറത്ത് കടൽ അസാധാരണമായി ശാന്തം. തിരമാലകളുടെ ചെറിയ ഇരമ്പലുകൾ മാത്രം. ദീർഘയാത്രയുടെ ക്ഷീണം കാരണം അവൻ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ഭീകരമായ ഇടിയുടെ ശബ്ദം അവൻ കേട്ടത്. ആ നിമിഷം ബോട്ട് മുഴുവൻ വിറച്ചു. ഒരു നിമിഷം അവൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് ബോട്ടിൻ്റെ അടിഭാഗത്തിൽ നിന്ന് വെള്ളം അതിവേഗം ഇരച്ചു കയറുവാൻ തുടങ്ങി. കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് വന്ന ഒരു വലിയ ജീവി. പിന്നീട് അവൻ വിശ്വസിച്ചത് അതൊരു തിമിംഗലമായിരിക്കാം എന്നാണ്. ചില മിനിറ്റുകൾക്ക് മുൻപ് ശാന്തമായിരുന്ന ആ യാത്ര ഒറ്റ നിമിഷത്തിൽ ഒരു ദുരന്തമായി മാറി. അവൻ്റെ ബോട്ട് പതുക്കെ മുങ്ങിത്തുടങ്ങി.
കടൽ പുറത്ത് രൗദ്രതയോടെ. അവൻ്റെ ബോട്ടിനുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അവൻ്റെ സ്വപ്നം പതുക്കെ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു. പാനിക്കാകാൻ അവന് സമയമില്ലായിരുന്നു. അവനറിയാം, ഇപ്പോൾ തൻ്റെ ബോട്ടിൽ നിന്ന് ആവശ്യമായ സാധനങ്ങൾ എടുക്കണം. ആ എടുക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഇനി അവൻ്റെ ലോകമാകുന്നത്. ബോട്ടിലുണ്ടായിരുന്ന അടിയന്തര സാമഗ്രികളിലേക്ക് അവൻ്റെ കൈകൾ പാഞ്ഞു. ആദ്യമായി അവൻ എടുത്തത് എമർജൻസി ഗ്രാബ് ബാഗാണ്. അതിൽ കുറച്ച് ഭക്ഷണ പാക്കറ്റുകൾ, കുടിവെള്ള ക്യാനുകൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവൻ എടുത്തത് ഒരു സാധാരണ വസ്തുവല്ല, മത്സ്യം പിടിക്കാനുള്ള ഉപകരണങ്ങളായിരുന്നു. ഒരു സ്പിയർ ഗൺ, ചില ഫിഷിംഗ് ലൈനർ, അങ്ങനെ പലതും. സ്റ്റീവൻ കാലഹന് അന്ന് തന്നെ മനസ്സിലായി, ഇനി എൻ്റെ ഭക്ഷണം കടൽ തന്നെയാണ് നൽകേണ്ടത് എന്ന്. സ്റ്റീവൻ കാലഹൻ കയ്യിൽ പിടിച്ചെടുത്ത മറ്റൊരു അമൂല്യ വസ്തു സോളാർ സ്റ്റിൽസ് ആണ്. പിന്നെ ഒരു സ്ലീപ്പിംഗ് ബാഗ്, ചില നാവിഗേഷൻ ഉപകരണങ്ങൾ, ഒരു ചെറിയ കത്തി. ഓരോന്നും അവൻ്റെ പുതിയ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. വെള്ളം ഇപ്പോൾ മുട്ടോളം എത്തിയിരിക്കുന്നു. ബോട്ടിൽ നിന്ന് അവൻ പമ്പ് ചെയ്ത് പുറത്തേക്കിട്ടിരുന്ന ചെറിയ ലൈഫ് റാഫ്റ്റ് തുറന്നു. ഒരു നിമിഷം അവൻ പിന്നോട്ട് നോക്കി. നെപ്പോളിയൻ സോളോ ഇപ്പോൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അടുത്ത നിമിഷം അവൻ റാഫ്റ്റിലേക്ക് എടുത്തു ചാടി. മനുഷ്യരില്ല, കരയില്ല. സ്റ്റീവൻ കാലഹൻ എന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ചെറിയൊരു റാഫ്റ്റും, ചുറ്റും അറ്റ്ലാന്റിക് സമുദ്രവും. അവൻ്റെ 76 ദിവസത്തെ അതിജീവനത്തിൻ്റെ ആദ്യ രാത്രി അങ്ങനെ തുടങ്ങി. രാത്രി ചെറിയ റാഫ്റ്റ് തിരമാലകളുടെ മുകളിൽ ഒരു ഇല പോലെ ആടിയുലഞ്ഞുകൊണ്ടിരുന്നു. ചുറ്റും കറുപ്പ് മാത്രം, ആകാശം നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ. പക്ഷേ അന്നവന് അതൊരു സൗന്ദര്യമായി തോന്നിയില്ല. അതവൻ്റെ അതിജീവനത്തിൻ്റെ സാക്ഷികൾ പോലെ തോന്നിച്ചു. ദൂരെ ദൂരെ തിരമാലകളുടെ അലയൊലികൾ കേൾക്കാം. റാഫ്റ്റിൻ്റെ ചുമരിൽ വെള്ളമടിക്കുമ്പോൾ കേൾക്കുന്ന ഓരോ ശബ്ദവും അവന് തോന്നിയത്, ഇപ്പോൾ ഇത് മറിഞ്ഞാൽ എല്ലാം തീരും. ഉറങ്ങാൻ കഴിയാതെ അവൻ റാഫ്റ്റിൻ്റെ അരികുകൾ പിടിച്ചിരുന്നു. തണുപ്പ്, ഭയം, അനിശ്ചിതത്വം. ആദ്യമായി അവൻ്റെ മനസ്സ് ഭയത്തിൻ്റെ ചുഴികളിലേക്ക് നീങ്ങുവാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു ശത്രു എത്തി, ദാഹം. കടൽ ചുറ്റും നിറഞ്ഞു കിടക്കുന്നു, പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ല. അവൻ കരുതിയിരുന്ന കുടിവെള്ളം വളരെ കുറവ്. അവൻ സൂക്ഷിച്ച് ചെറിയ വെള്ളക്കുപ്പി തുറന്നു. ഒരു ചെറിയ സിപ്പ് മാത്രം എടുത്തു. ഇതെത്ര ദിവസം പോകും? ആ ചോദ്യം അവൻ്റെ തലച്ചോറിൽ മുഴങ്ങിത്തുടങ്ങി. അപ്പോഴവൻ തൻ്റെ വലിയ പ്രതീക്ഷ തുറന്നു, സോളാർ സ്റ്റിൽസ്. അതിൽ നിന്നും ആവിയായി കുടിക്കാൻ കിട്ടുന്ന വെള്ളം വളരെ തുച്ഛ മാത്രമായിരുന്നു. ഓരോ തുള്ളിയും അവന് ജീവൻ പോലെ വിലപ്പെട്ടതായിരുന്നു. വളരെ കുറച്ച് വെള്ളം മാത്രമേ അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഒരു ദിവസമൊക്കെ കാത്തിരുന്നാൽ ഒരു കവിൾ വെള്ളമൊക്കെ, അങ്ങനെ മാത്രമേ കുടിക്കാൻ കിട്ടിയിരുന്നുള്ളൂ. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ സ്റ്റീവൻ കാലഹൻ ഒരു സത്യത്തെ മനസ്സിലാക്കി. കടലിന് അവനെ കൊല്ലാൻ കഴിയും, പക്ഷേ അതേ കടൽ തന്നെയാണ് അവനെ ജീവനോടെ നിലനിർത്തുന്നതും. ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കയ്യിലുള്ള ഭക്ഷണപ്പൊതികൾ തീർന്നു തുടങ്ങി. വിശപ്പ് അതിതീവ്രമായി ബാധിച്ചു തുടങ്ങി. കൈകൾ ദുർബലമായി, കണ്ണുകൾ മങ്ങിയതായും. തീർത്തും പരിക്ഷീണിതനായി റാഫ്റ്റിനരികിൽ ചാരിയിരിക്കുമ്പോൾ വെള്ളത്തിനടിയിലേക്ക് അവൻ നോക്കി. അവിടെ ജീവൻ നിറഞ്ഞിരുന്നു. ചെറിയ മീനുകൾ ചുറ്റി നീന്തുന്നു. റാഫ്റ്റിൻ്റെ നിഴലിൽ അവ ഒളിച്ചു കളിക്കുന്നു. അവന് മനസ്സിലായി, ഇനി ഭക്ഷണ പാക്കറ്റുകളില്ല. കടൽ തന്നെയാണ് അവൻ്റെ അടുക്കള. ആ നിമിഷം അവൻ തൻ്റെ സ്പിയർ ഗൺ പതിയെ എടുത്തു. കൈകൾക്ക് ശക്തിക്കുറവ്, പക്ഷേ വിശപ്പ്, അതാണ് അവശേഷിക്കുന്ന ശക്തി. സ്റ്റീവൻ കാലഹൻ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു മീൻ അടിയിലേക്ക് ചുറ്റി വന്നു. ഒരു നിമിഷം അവനൊന്ന് അതിനെ നോക്കി. അവൻ കുത്തി. മീൻ വെള്ളത്തിലേക്ക് ചാടിത്തുള്ളി. അവൻ അതിനെ വലിച്ചെടുത്തു. അവൻ്റെ കൈകൾ തളർന്നു. ക്ഷീണം കൊണ്ടല്ല, ജീവിക്കാൻ എന്തോ ചെയ്തതിൻ്റെ ഭാരത്തിൽ. അവൻ തീ കൊളുത്തിയില്ല, പാചകം ചെയ്തില്ല. കടലിൻ്റെ നടുവിൽ അത് അസാധ്യമാണല്ലോ. അവൻ മീനുകളെ കഷണങ്ങളാക്കി പച്ചയായി തന്നെ ഭക്ഷിച്ചു. ആ രുചി, അത് ഭക്ഷണത്തിൻ്റെ രുചിയല്ല, അത് ജീവൻ്റെ രുചിയായിരുന്നു. പച്ച രക്തം ചുവയ്ക്കുന്ന രുചിയായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വിശപ്പും ദാഹവും കൊണ്ട് ഒരു മനുഷ്യന്
പച്ചമാംസം കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എത്രമാത്രം ഭയാനകരമായിരിക്കും അത്. ദിവസങ്ങൾ പിന്നിടുന്തോറും കടലിലെ ജീവിതം അത്യന്തം ദുസ്സഹമായി തുടങ്ങിയിരുന്നു. മീനുകൾ അവന് ജീവൻ നൽകിയെങ്കിലും വിശപ്പിൽ നിന്ന് രക്ഷിച്ചെങ്കിലും കടൽ അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. സൂര്യൻ മുകളിൽ കത്തിജ്വലിച്ചുകൊണ്ട് നിന്നു. അത് നിസ്സഹായനായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ചർമ്മത്തെ ചുട്ടുപൊള്ളിച്ചു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവൻ്റെ സ്കിൻ ചൂടുകൊണ്ട് വിണ്ടുകീറുവാൻ തുടങ്ങി. കടലിലെ ഉപ്പ് നിറഞ്ഞ കാറ്റ് ആ മുറിവുകളിലേക്ക് ആഴ്ന്നിറങ്ങി. ശരീരത്തിൽ അതിതീവ്ര വേദനയായി അത് മാറി. പക്ഷേ വിശപ്പിനേക്കാൾ ഭയാനകരമായിരുന്നത് മറ്റൊന്നായിരുന്നു: ദാഹം. അവന് ചുറ്റും വെള്ളമായിരുന്നു, പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. കടൽ വെള്ളം കുടിക്കാൻ സാധിക്കുകയില്ലല്ലോ. അവൻ കടലിനെ നോക്കി. അത് നീലയായി തിളങ്ങിക്കിടക്കുന്നു. അവൻ കണ്ണുകൾ പതുക്കെ അടച്ചുകിടന്നു. അവൻ്റെ ചുണ്ടുകൾ വരണ്ടു പൊട്ടിയിരുന്നു. നാവ് വരണ്ടു പോയിരുന്നു. സോളാർ സെൽസിൽ നിന്ന് കിട്ടിയിരുന്ന ഇത്തിരി വെള്ളത്തിന് അവൻ്റെ ദാഹം ശമിപ്പിക്കുവാനാകുമായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശം പതുക്കെ മാറാൻ തുടങ്ങി. കറുത്ത മേഘങ്ങൾ പതുക്കെ വെളുത്ത ആകാശത്തിനെ കീഴടക്കിക്കൊണ്ടിരുന്നു. ശക്തമായി കടൽ തിരകളോട് ഉച്ചത്തിൽ സംസാരിച്ചു. അവൻ ഭയപ്പെട്ടു. പക്ഷേ അതേസമയം അവൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു തുള്ളി ഇറ്റ് വീണു. അതെ, അത് മഴയായിരുന്നു. അതവന് വെറുമൊരു വെള്ളമായിരുന്നില്ല, അത് ജീവന്റെ ജലമായിരുന്നു. അവൻ ചെറുപാത്രങ്ങൾ തുറന്നു വെച്ചു. റാഫ്റ്റിന് മുകളിൽ വിരിച്ച പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ആ മഴവെള്ളത്തെ അവൻ ശേഖരിച്ചു. എന്നിട്ടവൻ കൈനീട്ടി ആ വെള്ളം ആർത്തിയോടെ കുടിച്ചു. കണ്ണുനീർ കലർന്ന മഴവെള്ളം. ആ നിമിഷം അവൻ മനസ്സിലാക്കി, പ്രകൃതിക്ക് നൽകുവാനും കഴിയും. എങ്കിലും രാത്രി വന്നപ്പോൾ മറ്റൊരു ശത്രു: ഏകാന്തത. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം, താഴെ അനന്തമായ ഇരുട്ട്. ഒരാൾ പോലുമില്ല, ഒരു മനുഷ്യ ശബ്ദം പോലുമില്ല. അവൻ ചിലപ്പോൾ സ്വയം സംസാരിക്കും, ചിലപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അവന് തോന്നും, ഇനി ഒരിക്കലും കര കാണില്ലായിരിക്കാം അവൻ. പക്ഷേ ഓരോ രാവിലെയും സൂര്യൻ വീണ്ടും ഉദിക്കുമ്പോൾ അവൻ ഒരേ ഒരു കാര്യം പറയും: ഇന്നുകൂടി ഞാൻ ജീവിക്കും. അങ്ങനെ കടൽ, സൂര്യൻ, മഴ, ദാഹം, ഏകാന്തത ഇവയെല്ലാം തമ്മിൽ ഒരു മനുഷ്യൻ്റെ മനസ്സ് ഇനിയും തകരാതെ നിലനിർത്തിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ മാസങ്ങളായി മാറിയപ്പോൾ സ്റ്റീവൻ കാലഹൻ ആകാശത്തെയും കടലിനെയും ഒരുപോലെ നോക്കാൻ പഠിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം അവൻ്റെ ഹൃദയം പെട്ടെന്ന് ശക്തിയായി മിടിച്ചു. ദൂരത്ത് തിരമാലകളുടെ മുകളിൽ ഒരു രൂപം. അതെ, ഒരു കപ്പൽ തന്നെ. അവൻ തൻ്റെ കണ്ണുകൾ തുറന്നു നോക്കി. അതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യം. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ദുർബലമായ ശരീരം വിറച്ചു. അവൻ സിഗ്നൽ മിറർ എടുത്ത് സൂര്യപ്രകാശം കപ്പലിലേക്ക് തിരിച്ചുവിട്ടു. അവൻ കൈകൾ വീശി ആർത്തു വിളിച്ചു. കടൽ മുഴങ്ങി, കാറ്റ് ശബ്ദം വിഴുങ്ങി. കപ്പൽ മുന്നോട്ട് തന്നെ നീങ്ങി. അവൻ്റെ ദിശയിലേക്കല്ല എന്ന് മാത്രം. അത് പതുക്കെ പതുക്കെ വിദൂരതയിലേക്ക് മറഞ്ഞു. അവൻ ഇരുന്നു പോയി. ആ നിമിഷം വിശപ്പിനേക്കാളും ദാഹത്തിനേക്കാളും കൂടുതൽ വേദനിച്ച ഒരു കാര്യം പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ്. ഒരു നിമിഷം അവൻ ചിന്തിച്ചു, ഞാനിവിടെ. അവൻ്റെ ഉള്ളിൽ മാത്രം മുഴങ്ങിയൊരു വാക്ക്. ഇതൊരിക്കൽ മാത്രമല്ല, മറ്റു ദിവസങ്ങളിലും കപ്പലുകൾ കണ്ടു. ചിലത് വളരെ അടുത്ത്, ചിലത് നിഴൽ പോലെ. ഇങ്ങനെ പലതവണ ആവർത്തിക്കപ്പെട്ടപ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായി: കടലിൽ പൊങ്ങിക്കിടക്കുന്ന ചെറിയ റാഫ്റ്റ് ലോകത്തിനാകെ അദൃശ്യമാണ്. അവൻ ചിലപ്പോൾ കരഞ്ഞു, ചിലപ്പോൾ കോപിച്ചു, ചിലപ്പോൾ ആകാശത്തേക്ക് നോക്കി ചോദിച്ചു, ഇനി എത്ര ദിവസം? പക്ഷേ അവൻ കീഴടങ്ങിയില്ല. അവൻ ദിവസങ്ങൾ എണ്ണുന്നത് നിർത്തി. അവൻ ഒരു കാര്യം മാത്രം ചെയ്തു: അടുത്ത നിമിഷം ജീവിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം വിദൂരതയിൽ നിന്ന് അവനൊരു വെളിച്ചം കാണുന്നു. മരങ്ങളും പച്ചപ്പും കാണുന്നു. അതിതീവ്രമായ സന്തോഷത്തിൽ അവൻ അവിടേക്ക് കൈകൾ കൊണ്ട് തുഴഞ്ഞു പോകുവാൻ തുടങ്ങി. അങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് അവൻ അവിടെ എത്തുമ്പോൾ നേരം വെളുത്തു തുടങ്ങിയിരുന്നു. അവൻ്റെ അടുത്തേക്ക് ഒരു ബോട്ടെത്തി. അതിൽ മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു. അവർ അവനെ കണ്ടു. എല്ലുകൾ മാത്രം ബാക്കിയായ പൊള്ളിയടർന്ന ശരീരവുമായി കണ്ണുകളിൽ മാത്രം ജീവൻ അവശേഷിച്ച ഒരു മനുഷ്യൻ. അവർ അവനെ രക്ഷിച്ച് ബോട്ടിൽ കയറ്റുമ്പോൾ
അവൻ കടലിനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. 76 ദിവസം അവനെ പരീക്ഷിച്ച കടൽ, 76 ദിവസം മരണതുല്യമായൊരു ജീവിതം നയിച്ച കടൽ. ആ 76 ദിവസങ്ങൾ സ്റ്റീവൻ കാലഹൻ്റെ ശരീരത്തെ മറ്റൊരാളാക്കി മാറ്റിയിരുന്നു. ശരീരഭാരം 1/3 കുറഞ്ഞിരുന്നു. 18 കിലോയോളം ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് നഷ്ടമായിരുന്നു. അങ്ങനെ കുറേ കാലത്തെ ആശുപത്രിവാസത്തിനു ശേഷം വീട്ടിൽ അദ്ദേഹം തിരിച്ചെത്തി. കടലിൻ്റെ ഉപ്പും സൂര്യൻ്റെ കാഠിന്യവും ഇന്നും അയാളുടെ ശരീരത്തിൽ രേഖകളായി മാറി. ശരീരം രക്ഷപ്പെട്ടു, പക്ഷേ മനസ്സ് അതിപ്പോഴും കടലിൻ്റെ നടുവിൽ തന്നെ. രാത്രികളിൽ അവൻ പെട്ടെന്ന് കണ്ണു തുറക്കും. തിരകളുടെ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നും. റാഫ്റ്റ് ഇനിയും ചലിക്കുന്നത് പോലെ തോന്നും. അവന് മനസ്സിലായി, കടൽ അവനെ വിട്ടിട്ടില്ല. പക്ഷേ അതവനെ തകർക്കാനും കഴിഞ്ഞിട്ടില്ല. ഒരു രാത്രി അവൻ ഒറ്റയ്ക്കിരുന്നു. മുന്നിൽ കുറേ പേപ്പറുകൾ. സ്റ്റീവൻ കാലഹൻ കണ്ണുകളടച്ചു. 76 ദിവസങ്ങൾ ഒറ്റയ്ക്ക് കടലിൽ ജീവനും മരണത്തിനുമിടയിൽ അവൻ ജീവിച്ച ഓരോ നിമിഷവും ഓർമ്മയിലേക്ക് വന്നു. സ്റ്റീവൻ കാലഹൻ ചിന്തിച്ചു, ഞാൻ മാത്രം ഇതെല്ലാം അറിഞ്ഞാൽ മതിയോ? അല്ല, ഈ കഥ ഒരു മനുഷ്യൻ്റെ ദുരന്തമല്ല, ഇത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തിയുടെ തെളിവ് കൂടിയാണ്. അവൻ എഴുതാൻ തുടങ്ങി. വേദന, വിശപ്പ്, ദാഹം, പ്രതീക്ഷ തകർന്ന നിമിഷങ്ങൾ, വീണ്ടും എഴുന്നേറ്റ മനസ്സ്. അങ്ങനെ അത് ജനിച്ചു. എഡ്രിഫ്റ്റ് 76 ഡേയ്സ് ലോസ്റ്റ് അറ്റ് സീ. പുസ്തകം വായിച്ചവർക്ക് കടൽ കാണാത്തവർക്കും കടലിൻ്റെ നടുവിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു മനുഷ്യനെ അനുഭവിക്കാനായി. പക്ഷേ അതിലും വലിയൊരു കാര്യം അവർ മനസ്സിലാക്കി. ജീവിതം നമ്മെ തകർത്ത് കടന്നു പോകുമ്പോഴും ഒരിടത്ത് മനസ്സിൻ്റെ ആഴത്തിൽ ഒരു ചെറിയ ശബ്ദമുണ്ടാകും, ഇനി ഒരു ദിവസം കൂടി ജീവിക്കൂ. സ്റ്റീവൻ കാലഹൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമല്ല. ആ യാത്രയും അയാളുടെ അനുഭവങ്ങളും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്തു നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. ഒറ്റപ്പെടൽ നമ്മളെ തകർക്കാം, തളർത്താം, പക്ഷേ മനസ്സിൻ്റെ ശക്തിയെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല. 76 ദിവസത്തെ ഏകാന്തത അവനെ ഒറ്റപ്പെടുത്തിയില്ല. മറിച്ച് മനുഷ്യൻ്റെ മനസ്സുകളിൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ അതിജീവനങ്ങളിൽ ഒന്നായി മാറി. ഒരു ദുരന്താനുഭവങ്ങളും ഒന്നിൻ്റെയും അവസാനമല്ല. ഓരോ മനുഷ്യനും തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ കടലുകൾ താണ്ടാൻ ധൈര്യം കണ്ടെത്തുന്ന ഒരു തുടക്കമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.